ഫ്രഷ് അൽഫാം പട്ടക്കണ സാധനം വന്നിട്ടുണ്ട്. ഇവിടെ സെറ്റ് ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ഊളത്തരം വേണേ കാണിക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫ്രണ്ട്സ് ആയിട്ട് ഇന്നൊരു ചെറിയ പരിപാടി. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചെക്കൻ, നമ്മുടെ ചങ്ക് മൂവിൻ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ ഇവനോട് നമ്മൾ പറഞ്ഞത് 10 മണിക്ക് വരാനാ. കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ, ഒരു 11:30. കുറച്ച് ബിസി ആയി പോയി ആളും പോവാൻ നിൽക്കണ്. അപ്പൊ അതുകൊണ്ട് ആളുടേതായ കുറച്ച് തിരക്കുകൾ. അപ്പൊ പോവല്ലേ നമ്മള്. അപ്പൊ നമുക്ക് തറക്കാം. ജിബിൻ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഇത് നമ്മുടെ ജിബിൻ ചേട്ടൻ, ഇത് നമ്മുടെ റോണി മാമൻ. മോവിനെ നിങ്ങൾ നേരത്തെ കണ്ടു ഡാൻസ്. അപ്പൊ നമ്മള് പോവാണ് നമ്മുടെ ബെഫ്കോ, കേരളത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിലേക്ക്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കി പ്രത്യേക ഒരു അറിയിപ്പ്, കുട്ടികളാരും ഈ വീഡിയോ കാണരുതിട്ടാ. 18 വയസ്സിന് താഴെയുള്ളവര് അല്ല റോണിയ, ചോദിക്കരുത്, കാണരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഓക്കെ. അങ്ങനെ നമ്മള് കാത്തിരുന്ന നമ്മുടെ ബീവറേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള ബീവറേജ്. ഓക്കെ, രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. മുകളിൽ പ്രീമിയം ഉണ്ട്, നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഓടിച്ചെന്ന് മേടിക്കാൻ പറ്റുന്നുണ്ട്. താഴത്തെ ലോക്കല്. അപ്പൊ നമുക്ക് പ്രീമിയത്തിൽ പോയിട്ട് നോക്കട്ടാ. വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വെള്ളംകളി തുടങ്ങാം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇത് നമ്മുടെ സെവൻചാൻ്റെ ഒരു സ്ഥലമാണ്. നല്ല പാടവും പാടശേഖരത്തോട് ചേർന്നിട്ടുള്ള ഒരു വീടും അടിപൊളി വീടാട്ടോ. ഇവിടെയാണ് നമ്മുടെ സ്പോട്ട്, പരിപാടികൾ കൂടാറുള്ള സ്പോട്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പിള്ളേരുകളൊക്കെ വരാണ്ട്. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഈ വരുന്ന ആളാണ് നമ്മുടെ ഈ വീടിന്റെ മുതലാളി, എല്ലാമായ നമ്മുടെ സെബൻ ചേട്ടൻ. ആടാ പട്ടച്ച് പോണെങ്കിൽ നമ്മുടെ സെബൻ ചേട്ടൻ. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ. അപ്പൊ നമ്മത് ഐശ്വര്യമായിട്ട് സെബൻ ചേട്ടന്റെ വീട്ടിലേക്ക് കയറാണ്. ഇത് നമ്മൾ പിന്നെയും കൂടെയാണ്. ഫുൾ സെറ്റപ്പ് വേറുകളാണ്. ഇത് ആളുടെ ഫ്രണ്ട്സിനൊക്കെ അവര് പറയുന്ന പേര് നമ്മുടെ കലാഭവൻ മണിയുടെ പാടി എന്ന് പറയുന്ന പോലെയാണ്. ഇതാണ്ടോ ആളിവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് നോക്കി. നല്ല പാടം വ്യൂ. രാത്രി ഇരിക്കുമ്പോ ക്ലീൻ ആണ്. അടിപൊളി സെറ്റപ്പ്. അപ്പൊ ഇനിയുള്ളത് 18 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾ കാണാൻ പാടില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ ഞങ്ങളെ കലാപരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ അതേ എല്ലാവരും വന്ന് ഇവിടെ സെറ്റാണ്. അപ്പൊ നമ്മൾ പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്യാം. ഞങ്ങളുടെ ലാസ്റ്റത്തെ വെക്കേഷനാണ്. അവൻ മാൾട്ടയിൽ പോവാണ്, ഞാൻ തിരിച്ചതേ ദുബായിക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കട്ടെ. അപ്പൊ നിങ്ങൾ ആഘോഷിക്കുക, അടിച്ചു പൊളിക്കും മക്കളെ. ഫ്രഷ് അൽഫാം പട്ടക്കണ സാധനം വന്നിട്ടുണ്ട്. ഇവിടെ സെറ്റ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ജെയിംസ് ചേട്ടൻ, ഗൾഫിൽ പോണ ജെയിംസ് ചേട്ടൻ വന്നിട്ടുണ്ട്. സോറി, കുവൈറ്റിലേക്ക്. അത് മാറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരെന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളെ എവിടേക്ക് കുവൈറ്റിക്ക് പോവല്ലേ. അപ്പൊ ഇന്ന് ആള് പോവാണ്. മദ്യപാനില്ല. അൽഫാം വരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലാടാ, അടിപൊളി ഉണ്ട്. നല്ല അൽഫാം, നല്ലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ അൽഫാം എങ്ങനെയുണ്ട്? കൊള്ളില്ല ലക്കിലത്തെ അൽഫാം പറ്റല്ലേ? ഇവരെ സലാഡ് മാത്രമാ. സലാഡിലോ ഇത് ക്യാബേജാ. ഇതിപ്പോ വൈകുന്നേരം അതിനെന്താ അത് ക്യാബേജ് വന്നിട്ട് എന്താ പേര് നോക്കി. ക്യാബേജ് മാത്രാ. നമ്മുടെ അവിടെ അങ്ങനെയാണോ സലാഡ് നേരം? ഇത് ഫുള്ള് ക്യാബേജാ. മയണൈസ് ഓക്കെയാന്ന് പറഞ്ഞു. ഗ്രേവി ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. എല്ലാം പറയണ്ട നമ്മള്. അൽഫാം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വായോ നമ്മുടെ ലിവിച്ചക്കൻ വന്നു. ലിവിച്ചക്കൻ കറക്റ്റ് ടൈം നോക്കിയേ. ഇതാണ് ഫുഡ് ഭാഗ്യം. നമ്മൾ പറയാറില്ലേ, മദ്യപിക്കുമ്പോ കുറെ പേര് ടച്ചിങ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഇന്ന് രക്ഷിക്കാനുണ്ടാവുന്നു. അതിലുള്ള ഒരാളാണിത്. നമ്മളെവിടെ വേണമെങ്കിലും എത്തിക്കും, നോ പ്രോബ്ലം. ആള് കള്ളുടിക്കില്ലേ. ഇപ്പൊ നിങ്ങൾ ഇനി ഇന്നാള് കള്ള് ഷാപ്പിൽ പോയി ഇപ്പൊ കമന്റ് ചോദിച്ചില്ലേ, നിങ്ങളാണോ ഡ്രൈവ് ചെയ്തതെന്ന്. അപ്പൊ അങ്ങനെ രക്ഷിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരാണ്. നമ്മള് അടിക്കുമ്പോ രക്ഷിക്കാൻ വരുന്ന ആൾക്കാർ. എടുക്കണം അൽഫാം എടുത്ത്. അങ്ങനെ വരുന്ന കൂട്ടുകാരാണ് ഇവരൊക്കെ. നമ്മളെവിടെയെങ്കിലും അടിച്ചിട്ട് സെറ്റ് ആവണമെങ്കിൽ ഇവര് വന്ന് നമ്മളെ രക്ഷിക്കുക. അപ്പൊ ഞാൻ ആരും അത് കമന്റിൽ ഇടരുത്, ആരാണ് വണ്ടി ഓടിച്ചതെന്ന്. അപ്പൊ ഇവരാണ് നമ്മുടെ ആ കൂട്ടുകാര്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഫ്രണ്ട്സ് ഒരു ഹൈ പറയും. ഖത്തറ, ബഹ്റൈൻ. ബഹ്റൈൻ വന്ന അടുത്ത പ്രവാസി. എന്നാ പോണേ?
20-ാം ആള് പോവാ. അപ്പൊ കണ്ട, ഇതാണ് ഞങ്ങളുടെ പ്രവാസികളുടെ ഒക്കെ ആഘോഷം. എത്രയുള്ള പരിപാടികൾ. എന്നിട്ട് വേണ്ട നിനക്ക് ക്ലാസ് ഒഴിക്കാനുള്ള ക്ലാസ്. ഈശ്വര എല്ല് മാത്രമായാലും ഇതിനുള്ളിൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ നല്ല ഒരു ചെറിയ വഴി കൂടെ വന്നിട്ട് ഇവിടെ ഫുള്ള് പാടം വ്യൂ ആണ്. ഒരു തനി നാടൻ സ്റ്റൈലാണ് ഇവിടുത്തെ കാര്യങ്ങള്. ഇവിടെ നോക്കിയ നല്ല പാടത്തിന്റെ സൈഡും വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഒരുപാട് വീടുകളോ അങ്ങനത്തെ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊരു വീട്. ഇതിൻ്റെ ഉള്ളിലത്തെ വീടിൻ്റെ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കാണിച്ചു തരാം. നമ്മൾ എന്നും വന്ന് എൻജോയ് ചെയ്യുന്ന പരിപാടികളാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേട്ടൻ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. 2 ബെഡ്റൂം ഉണ്ട് താഴെ. അതെ, അടിപൊളി വിശാലമായ 2 ബെഡ്റൂം. ഇത് പിന്നെ ഇവിടെ ഒരു സെൻസറിങ് ഇതായിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ എല്ലാ ഓവൻ വേണമെങ്കിൽ ഓവൻ, ഗ്രില്ല് വേണമെങ്കിൽ ഗ്രില്ല്, ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ്, എല്ലാം കൂടിയിട്ടുള്ളൊരു സെറ്റപ്പ്. നിങ്ങൾക്ക് കുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാം ഇവിടെ, ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ നല്ലൊരു പാടം വ്യൂവിൽ ഇരുന്നിട്ട് അടിക്കാം. നമ്മളെ പിള്ളേരടിക്കുന്ന പോലെ പാടം വ്യൂവിൽ ഇരുന്ന് അടിക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ സ്ഥലം എന്തിട്ടാന്ന് വെച്ചാൽ ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം, വെള്ളാങ്കല്ലൂര് വള്ളിവട്ടം. അപ്പം ഇതാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ സബജാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ ഫുൾ വൈബാണ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആളായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. പാറ കുലുങ്ങിയാ പോലും മെനങ്ങില്ല എന്ന് പറയുന്ന കേളന്ന് കേട്ടില്ലേ? കണ്ടാ ചിരിച്ചിരുന്നിട്ട് നോക്കിയൊക്കെ അപ്പരല്ലി പരല് 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 നേരത്ത് പരല് വെള്ളത്തിലോട് ലിവി. ഇതും അതുപോലെ തന്നെയാണ്. ടച്ചിങ്സ് മാത്രം നോക്കിയാളാ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. പെരുന്നാക്ക് വന്നപ്പോ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വീണ്ടും മുന്നിൽ ബൈക്കില് ഇത് ജോബിച്ചേട്ടൻ, നമ്മുടെ എല്ലാമായ രാഷ്ട്രീയക്കാരൻ, കൂടെ നമ്മുടെ ഡെക്കറേഷൻ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതാണ്. നമ്മുടെ കല്യാണ വീഡിയോ കണ്ടവർക്കറിയാം, ആ മണ്ഡപം ചെയ്തത് ജോബിച്ചേട്ടനാണ്. പെരുന്നാക്ക് അന്ന് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജോബിച്ചേട്ടനെ. ഇതാണ് നമ്മുടെ ചങ്ക്. എന്തുണ്ടെങ്കിലും ഇരിഞ്ഞാലവിടെയിൽ എന്തുണ്ടെങ്കിലും ജോബിച്ചേട്ടൻ, അതാണ് നമ്മുടെ ലൈൻ. താങ്ക് യു. അങ്ങനെ നമ്മുടെ പിള്ളേരുകളൊക്കെ വന്നു, നമ്മള് പോവാണ്. അപ്പൊ വന്നവർക്ക് എല്ലാവർക്കും മുത്തുമണികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ പോവാണ്. അപ്പൊ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.